ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കിരൺ ശങ്കർ. കേരളം, പശ്ചിമബംഗാൾ, അസം, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം നാളെ. ഏറെ പ്രതീക്ഷയിലാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും. വോട്ടെണ്ണൽ രാവിലെ 8 മണിക്ക് ആരംഭിക്കും. കേരളത്തിൽ 140, പശ്ചിമബംഗാളിൽ 294, തമിഴ്നാട് 234, അസം 126, പുതുച്ചേരി 33 എന്നിങ്ങനെയാണ് ആകെ സീറ്റുകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിനായുള്ള എല്ലാ ഒരുക്കങ്ങളും സംസ്ഥാനത്ത് പൂർത്തിയായി. സംസ്ഥാനത്ത് വോട്ടെണ്ണൽ നടത്തുന്ന 43 സ്ഥലങ്ങളിലെയും അവസാനവട്ട ഒരുക്കങ്ങൾ ഉന്നത ഉദ്യോഗസ്ഥർ വിലയിരുത്തി. 140 നിയമസഭാ മണ്ഡലങ്ങളിലെയും വോട്ടെണ്ണലാണ് 43 കേന്ദ്രങ്ങളിലായി നടത്തുക. കനത്ത സുരക്ഷാ സംവിധാനങ്ങളാണ് വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലും പരിസരങ്ങളിലും ഏർപ്പെടുത്തിയിട്ടുള്ളത്. നാളെ രാവിലെ 6 മണിക്ക് ഉദ്യോഗസ്ഥർ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ എത്തും. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുതുതായി അവതരിപ്പിച്ച QR പതിപ്പിച്ച ഫോട്ടോ തിരിച്ചറിയൽ കാർഡ് റിട്ടേണിംഗ് ഓഫീസർമാർ അടക്കം എല്ലാവർക്കും നിർബന്ധമാക്കിയിട്ടുണ്ട്. സർവീസ് വോട്ടർമാർ ഉൾപ്പെടെ സംസ്ഥാനത്തെ ആകെ പോളിംഗ് 79.70% മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൾക്കർ. ഈ മാസം 6-ാം തീയതി വരെ മാതൃകാ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ 32,301 പോലീസ് ഉദ്യോഗസ്ഥരെ സുരക്ഷയ്ക്കായി നിയോഗിച്ചിട്ടുണ്ട്. കേന്ദ്രസേനയെയും വിന്യസിച്ചിട്ടുണ്ടെന്നും ശ്രീ രത്തൻ യു കേൾക്കർ അറിയിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ദിനത്തിൽ ആധികാരികവും കൃത്യവുമായ വിവരങ്ങൾ തത്സമയം ശ്രോതാക്കളിലെത്തിക്കാൻ ആകാശവാണി വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. വോട്ടെണ്ണൽ ദിനമായ നാളെ രാവിലെ 9 മണി മുതൽ രാത്രി 8:35 വരെ പതിവ് വാർത്താ പ്രക്ഷേപണത്തിന് പുറമെ ഓരോ മണിക്കൂർ ഇടവിട്ട് പ്രത്യേക വാർത്താ ബുള്ളറ്റിനുകളും തെരഞ്ഞെടുപ്പ് വിശകലന പരിപാടികളും ആകാശവാണി പ്രക്ഷേപണം ചെയ്യും. പശ്ചിമബംഗാളിലെ ഫാൾട്ട നിയമസഭാ മണ്ഡലത്തിൽ റീപോളിംഗ് നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചു. സൌത്ത് 24 പർഗാനാസ് ജില്ലയിൽ ഉൾപ്പെട്ട മണ്ഡലമായ ഫാൾട്ടയിലെ 285 ബൂത്തുകളിലും ഈ മാസം 21-ന് വീണ്ടും വോട്ടെടുപ്പ് നടക്കും. മെയ് 24-നായിരിക്കും വോട്ടെണ്ണൽ. കഴിഞ്ഞ മാസം 29-ന് നടന്ന വോട്ടെടുപ്പിൽ മണ്ഡലത്തിൽ ക്രമക്കേടുകൾ നടന്നെന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് നടപടി. അഖിലേന്ത്യാ മെഡിക്കൽ ബിരുദ പ്രവേശന പരീക്ഷയായ നീറ്റ് ആരംഭിച്ചു. 2 മണിക്ക് തുടങ്ങിയ പരീക്ഷ 5 മണി വരെ തുടരും. മെഡിക്കൽ ബിരുദ കോഴ്സുകളിലെ പ്രവേശനം ലക്ഷ്യമിട്ട് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് 2019 മുതൽ നീറ്റ് പരീക്ഷ നടത്തിവരുന്നത്. നീറ്റ് UG പരീക്ഷ എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ആശംസകൾ നേർന്നു. കാരുണ്യം, സേവനം, പഠനത്തോടുള്ള പ്രതിജ്ഞാബദ്ധത എന്നിവ വൈദ്യശാസ്ത്ര പഠനത്തിൽ പ്രധാനമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. 46,313 മെട്രിക് ടൺ LPGയുമായി ഇന്ത്യയിലേക്കുള്ള MT സർവശക്തി കപ്പൽ ഹോർമുസ് കടലിടുക്ക് സുരക്ഷിതമായി കടന്നു. 18 ഇന്ത്യക്കാർ ഉൾപ്പെടെ 20 ജീവനക്കാരുള്ള കപ്പൽ ഈ മാസം 13-ന് വിശാഖപട്ടണത്ത് എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. ഹോർമുസ് മേഖലയിലുള്ള ഇന്ത്യൻ പതാകയുള്ള കപ്പലുകളും ഇന്ത്യൻ നാവികരും സുരക്ഷിതരാണെന്ന് കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് മന്ത്രാലയം അറിയിച്ചു. ലെബനൻ ഉൾപ്പെടെ എല്ലാ മേഖലകളിലും യുദ്ധം അവസാനിപ്പിക്കുന്നതുൾപ്പെടെയുള്ള 14 നിർദ്ദേശങ്ങൾ ഇറാൻ അമേരിക്കയ്ക്ക് സമർപ്പിച്ചു. യുദ്ധം അവസാനിപ്പിക്കുന്നതിന് മുൻഗണന നൽകിക്കൊണ്ട് പ്രശ്നങ്ങൾ 30 ദിവസത്തിനുള്ളിൽ പരിഹരിക്കണമെന്നും ഇറാൻ ആവശ്യപ്പെട്ടു. ശാശ്വത സമാധാനം ലക്ഷ്യമിട്ടാണ് ഈ നിർദ്ദേശമെന്ന് ഇറാൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി. അതേസമയം ഇറാന്റെ നിർദ്ദേശത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിർദ്ദേശങ്ങൾ പുനഃപരിശോധിക്കുമെന്ന് പ്രതികരിച്ചു. എണ്ണ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ OPEC+ രാജ്യങ്ങൾ തത്വത്തിൽ തീരുമാനിച്ചു. അടുത്ത മാസം മുതൽ എണ്ണ ഉൽപ്പാദനം പ്രതിദിനം ഏകദേശം 1,80,000 ബാരൽ വർദ്ധിപ്പിക്കാനാണ് 7 OPEC+ രാജ്യങ്ങൾ തീരുമാനിച്ചത്. പശ്ചിമേഷ്യയിലെ സംഘർഷവും OPEC-ൽ നിന്നും UAE പിന്മാറിയതുമാണ് തീരുമാനത്തിന് പിന്നിൽ. പ്രഥമ ഇന്ത്യൻ ഇൻഡോർ ഓപ്പൺ കമ്പൈൻഡ് ഇവന്റ്സ് ആൻഡ് പോൾ വോൾട്ട് മത്സരത്തിൽ മധ്യപ്രദേശ് താരം കുൽദീപ് കുമാറിന് ദേശീയ റെക്കോർഡ്. ഭുവനേശ്വറിൽ നടന്ന മത്സരത്തിൽ ആദ്യ ശ്രമത്തിൽ തന്നെ 5.41 മീറ്റർ ഉയരം ചാടിയാണ് 21-കാരനായ കുൽദീപ് റെക്കോർഡ് കുറിച്ചത്. ദേവ്കുമാർ മീണ സ്ഥാപിച്ച 5.40 മീറ്റർ എന്ന മുൻ ദേശീയ റെക്കോർഡാണ് കുൽദീപ് മറികടന്നത്. IPL ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. ഉച്ചകഴിഞ്ഞ് 3:30-ന് ഹൈദരാബാദിൽ നടക്കുന്ന മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. രാത്രി 7:30-ന് നടക്കുന്ന രണ്ടാമത്തെ മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് പഞ്ചാബ് കിങ്സുമായി ഏറ്റുമുട്ടും. ഇന്ന് ലോക പത്രസ്വാതന്ത്ര്യ ദിനം. സമാധാന ഭാവിക്ക് രൂപം നൽകൽ എന്നതാണ് ഇത്തവണത്തെ ദിനാചരണ പ്രമേയം. മാധ്യമങ്ങൾക്ക് സ്വാതന്ത്ര്യത്തോടെ പ്രവർത്തിക്കാൻ ഉതകുന്ന വിവിധ മുന്നേറ്റങ്ങൾക്ക് അവസരമൊരുക്കാൻ പ്രോത്സാഹനം നൽകുന്നത് ലക്ഷ്യമിട്ടാണ് ഈ ദിനം ലോകമെങ്ങും ആഘോഷിക്കുന്നത്. കേരളത്തിൽ വിവിധയിടങ്ങളിൽ മറ്റന്നാൾ വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി, കോട്ടയം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കർണാടകയിലെ ഗുണ്ടൽപേട്ടിൽ കാർ ലോറിയുമായി കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ കണ്ണൂർ സ്വദേശികളായ 3 പേർ മരിച്ചു. കണ്ണൂരിൽ നിന്ന് ഊട്ടിയിലേക്ക് വിനോദയാത്ര പോയ 7-അംഗ സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. കണ്ണൂർ സ്വദേശികളായ മുനീർ,
മുനീറ, മോഹിസ് സിദാൻ എന്നിവരാണ് മരിച്ചത്. 4 പേർക്ക് പരിക്കേറ്റു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.